പ്രിയപ്പെട്ടവരെ, ഉറുദു ഭാഷാ സാഹിത്യത്തിന്റെ അനിഷേധ്യ ഭാഗമായിട്ടുള്ള കാവ്യ സാഹിത്യ ചരിത്രത്തിന് കേരളവും അവഗണിക്കാനാവാത്ത സാഹിത്യ സംഭാവനകൾ സമർപ്പിച്ചിട്ടുണ്ട്. കേരളത്തിലെ ഉറുദു ഭാഷയുടെ വളർച്ചയ്ക്കു വേണ്ടി, പരിപോഷണത്തിനു വേണ്ടി ഒറ്റയാൾ പ്രസ്ഥാനമായിട്ട് പ്രവർത്തിച്ച മഹാനായ എഴുത്തുകാരനായിരുന്നു, കവിയായിരുന്നു സയ്യിദ് മുഹമ്മദ് സർവർ എന്ന എസ്.എം. സർവർ സാഹിബ്. സ്ട്രൈക്കിംഗ് പോയിന്റിന്റെ ഈ എപ്പിസോഡിൽ എസ്.എം. സർവർ സാഹിബിന്റെ ജീവിതത്തെക്കുറിച്ചും സാഹിത്യ സംഭാവനകളെക്കുറിച്ചും പരിചയപ്പെടുത്തുകയാണ്. ഉറുദു ഭാഷാ ഗവേഷകനും ഗ്രന്ഥകാരനും എഴുത്തുകാരനുമായിട്ടുള്ള കേരള ഉറുദു ടീച്ചേഴ്സ് അസോസിയേഷന്റെ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ കെ.പി. ഷംസുദ്ദീൻ തിരൂർക്കാട് എഴുതിയിട്ടുള്ള ലേഖനത്തിലെ വിവരങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. ഏവർക്കും സ്ട്രൈക്കിംഗ് പോയിന്റിന്റെ ഈ ഒരു എപ്പിസോഡിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ തൃശൂർ ജില്ലയിലെ കാട്ടൂരിൽ 1916 ജൂൺ 13 വെളുംപറമ്പിൽ അഹമ്മദിന്റെയും വലിയകത്ത് ഫാത്തിമയുടെയും രണ്ടാമത്തെ മകനായിട്ടാണ് എസ്.എം. സർവർ സാഹിബ് ജനിക്കുന്നത്. പ്രാഥമിക വിദ്യാഭ്യാസം കരസ്ഥമാക്കിയതിനു ശേഷം ഉറുദു ഭാഷയോടുള്ള അടങ്ങാത്ത അഭിനിവേശം കാരണം ബാംഗ്ലൂർ, മദ്രാസ് തുടങ്ങിയ ഇടങ്ങളിലേക്ക് അദ്ദേഹം യാത്ര ചെയ്യുകയുണ്ടായി. മദ്രാസ് സർവകലാശാലയിൽ നിന്നും അദീബെ ഫാസിൽ കോഴ്സ് മികച്ച മാർക്കോട് കൂടിയാണ് അദ്ദേഹം കരസ്ഥമാക്കുന്നത്. ഉറുദു കാവ്യരചനയിൽ കൂടുതൽ അവഗാഹം നേടുന്നത് ബാംഗ്ലൂരിലെ മൗലാന ഹബീബുള്ള നദ്വിയിൽ നിന്നും മദ്രാസിലെ മഹ്വി സിദ്ദീഖിയിൽ നിന്നുമായിരുന്നു. 1940കളിൽ ആദ്യമായിട്ട് തന്റെ ഗുരുനാഥൻ മഹ്വി സിദ്ദീഖിയോടൊപ്പം മുഷായറകളിൽ അഥവാ കവി അരങ്ങുകളിൽ പങ്കെടുക്കാൻ തുടങ്ങി. കവിതാ രചനയിൽ സർവർ സാഹിബിനെ പിന്തുണ നൽകിയിരുന്ന മറ്റൊരു വ്യക്തിയായിരുന്നു ബാംഗ്ലൂരിലുണ്ടായിരുന്ന ജൗഹർ സാഹിബ്. ഇദ്ദേഹവും മഹ്വി സിദ്ദീഖിയും ചേർന്നായിരുന്നു സർവർ എന്ന തൂലികാനാമം ഇദ്ദേഹത്തിന് നൽകിയത്. 1942 കേരളത്തിലേക്ക് മടങ്ങി. തലശ്ശേരി ബ്രണ്ണൻ കോളേജിൽ ലീവ് വേക്കൻസിയിലും പിന്നീട് തലശ്ശേരിയിൽ തന്നെ സെന്റ് ജോസഫ് ഹൈസ്കൂളിൽ 2.5 വർഷക്കാലം ഉറുദു അധ്യാപകനായി ജോലി ചെയ്ത ശേഷം സ്ഥിര നിയമനം ലഭിച്ച് മലപ്പുറം ഗവൺമെന്റ് സ്കൂളിൽ സേവനം ചെയ്തു. 1944 മുതൽ 1971 വരെ ഇവിടെ ഉറുദു അധ്യാപകനായി ജോലി ചെയ്ത് ശിഷ്ടകാലം ഒരു മലപ്പുറത്തുകാരനായി ജീവിച്ചു. 1971 മലപ്പുറം ഗവൺമെന്റ് സ്കൂളിൽ നിന്ന് വിരമിച്ച് സർവർ തന്റെ താമസ പ്രദേശമായ മുണ്ടുപറമ്പിൽ വീടിനോട് ചേർന്ന് ഒരു കെട്ടിടമുണ്ടാക്കി. അതിന് ഉറുദു അക്കാദമി എന്ന് പേര് നൽകുകയും അതിനോടനുബന്ധിച്ച് മുണ്ടുപറമ്പിൽ ഒരു ഉറുദു മഹാസമ്മേളനം സംഘടിപ്പിക്കുകയും ചെയ്തു. ഉറുദു നഗർ എന്നായിരുന്നു സമ്മേളന വേദിക്ക് നൽകിയ നാമകരണം. ഈജിപ്തിലെ കെയ്റോയിലെ പഠനം കഴിഞ്ഞ് തിരിച്ചെത്തിയ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ ആദ്യമായി പങ്കെടുത്ത പൊതുപരിപാടിയും ഈ ഉറുദു സമ്മേളനമായിരുന്നു. സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളായിരുന്നു ആ സമ്മേളനത്തിന്റെ ഉദ്ഘാടകൻ. മുൻ മന്ത്രിയായിരുന്ന UA ബീരാൻ സാഹിബ് ഉൾപ്പെടെയുള്ള പ്രമുഖ വ്യക്തിത്വങ്ങളും ആ സമ്മേളനത്തിൽ പങ്കെടുത്തിരുന്നു. 1984 മലപ്പുറം ഗവൺമെന്റ് കോളേജിൽ വെച്ച് നടന്ന അഖിലേന്ത്യാ യൂണിവേഴ്സിറ്റി ഉറുദു ടീച്ചേഴ്സ് അസോസിയേഷൻ സമ്മേളനത്തിലെ കവിയരങ്ങിൽ സർവർ ചൊല്ലിയ കവിതകൾ എല്ലാവരെയും ഹഠാത് ആകർഷിച്ചു. 1991 അബ്ദുസമദ് സമദാനി സാഹിബിന്റെ നേതൃത്വത്തിൽ നടന്ന അഞ്ജുമൻ തർക്കി ഉറുദു ഹിന്ദ് കേരള ഘടകം രൂപീകരണ വേളയിലും സർവർ രചിച്ച് ആലപിച്ച കവിതകൾ കേട്ട് ഉത്തരേന്ത്യയിൽ നിന്നെത്തിയ പ്രതിനിധികൾ ആശ്ചര്യപ്പെടുകയുണ്ടായി. തന്റെ വീടിനോട് ചേർന്ന് സർവർ സ്ഥാപിച്ച ഉറുദു അക്കാദമിയിൽ ഉറുദു പഠിക്കുന്നതിന് വേണ്ടിയുള്ള സൗകര്യങ്ങൾ ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ അദീബെ ഫാസിൽ കോഴ്സിന് വേണ്ടിയുള്ള പരിശീലനവും അവിടെ നടത്തിയിരുന്നു. ആ അക്കാദമി പിന്നീട് ഓറിയന്റൽ ലൈബ്രറിയാക്കി മാറ്റി. തന്റെ ഔദ്യോഗിക ജീവിതത്തിനിടയിലും അതിനുശേഷവും അദ്ദേഹം ധാരാളമായിട്ട് എഴുതുകയുണ്ടായിരുന്നു. ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലുള്ള മാസികകളിലേക്ക് അദ്ദേഹം കവിതകൾ അയച്ചു കൊടുത്തു. ഇവയിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട പ്രധാനപ്പെട്ട കവിതകൾ കോർത്തിണക്കിക്കൊണ്ട് 1970 സർവറിന്റെ ആദ്യത്തെ കവിതാ സമാഹാരം അർമുഖാന കേരള പ്രസിദ്ധീകരിക്കുകയുണ്ടായി. ഇദ്ദേഹം തന്നെയായിരുന്നു ഇതിന്റെ വിതരണക്കാരനും. മലയാള സാഹിത്യത്തിലെ മുൻനിര എഴുത്തുകാരായിട്ടുള്ള MT വാസുദേവൻ നായർ, പൊൻകുന്നം വർക്കി, വൈക്കം മുഹമ്മദ് ബഷീർ തുടങ്ങിയിട്ടുള്ള സാഹിത്യകാരന്മാരുടെ കഥകൾ ഉറുദുവിലേക്ക് വിവർത്തനം ചെയ്തുകൊണ്ട് ഇന്ത്യയിലെ മറ്റ് ഇടങ്ങളിൽ നിന്ന് പ്രസിദ്ധീകരിക്കുന്ന ഉറുദു മാസികകളിലേക്ക് അദ്ദേഹം അയച്ചു കൊടുക്കുമായിരുന്നു. അങ്ങനെയാണ് എസ്.എം. സർവർ എന്ന സാഹിത്യകാരനെ കേരളത്തിന് പുറത്തുള്ളവർക്ക് കൂടി കൂടുതൽ പരിചയമാക്കാൻ തുടങ്ങിയത്.
1967 നിലവിൽ വന്ന സപ്തകക്ഷി മുന്നണി മന്ത്രിസഭയിലെ മുസ്ലിം ലീഗ് പ്രതിനിധികളായ CH മുഹമ്മദ് കോയ സാഹിബ്, ബാപ്പു കുരിക്കൾ എന്ന അഹമ്മദ് കുരിക്കൾ എന്നിവരുമായി സർവർ സാഹിബിന് വളരെ അടുത്ത ബന്ധമാണ് ഉണ്ടായിരുന്നത്. മാത്രമല്ല കുരിക്കളെ അദ്ദേഹം ഉറുദു പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. കേരളത്തിൽ കേവലം 5 വിദ്യാലയങ്ങളിൽ മാത്രമായിരുന്നു അന്ന് ഉറുദു പഠനം ഉണ്ടായിരുന്നത്. സർവർ സാഹിബിന്റെ നിരന്തരമായിട്ടുള്ള ഇടപെടൽ കാരണം ഇത് 1971-72 കാലം മുതൽ കൂടുതൽ സ്കൂളിലേക്ക് വ്യാപിപ്പിച്ചു. ഇക്കാര്യത്തിൽ CH മുഹമ്മദ് കോയ സാഹിബിന്റെയും ബാപ്പു കുരിക്കളുടെയും സഹായം അവിസ്മരണീയമാണ്. അതുകൊണ്ടാണ് സർവർ ബാപ്പു കുരിക്കളെ കുറിച്ച് ഉറുദുവിൽ കവിത രചിക്കുകയും CH മുഹമ്മദ് കോയ സാഹിബ് മരണപ്പെട്ടതിന് ശേഷം അദ്ദേഹത്തെക്കുറിച്ച് സ്മരണ കുറിപ്പും എഴുതിയത്. കേരള സർവകലാശാലയിൽ നിന്ന് അദീബെ ഫാസിൽ കോഴ്സ് കാലിക്കറ്റ് സർവകലാശാലയിലേക്ക് മാറ്റിയതും CH മുഹമ്മദ് കോയ സാഹിബായിരുന്നു. അപ്നി ചന്ദ് ബാത്തേ, തൻ്റെ ചില കാര്യങ്ങൾ എന്ന ശീർഷകത്തിൽ ഉറുദു പഠിക്കുവാനുണ്ടായ സാഹചര്യത്തെക്കുറിച്ച് അദ്ദേഹം വളരെ രസകരമായിട്ട് വിവരിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ നാട്ടിൽ കാട്ടൂർ പ്രദേശത്ത് 2 ഇതര സംസ്ഥാനക്കാർ തമ്മിൽ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഏതാണ് ഈ മനോഹരമായിട്ടുള്ളൊരു ഭാഷ, മധുരകരമായിട്ടൊരു ഭാഷ എന്ന് അദ്ദേഹം അന്വേഷിക്കുകയും അത് ഉറുദു ആണെന്ന് മനസ്സിലാക്കുകയും അത് പഠിക്കുന്നതിന് വേണ്ടി അദ്ദേഹം ഇറങ്ങിത്തിരിക്കുകയും ചെയ്തു. ബാംഗ്ലൂരിൽ നടന്നിരുന്ന വിവിധ കവിയരങ്ങുകളിൽ പങ്കെടുത്തിരുന്ന, മുഷായിറകളിൽ പങ്കെടുത്തിരുന്ന SM സർവർ സാഹിബിന് അതും വലിയൊരു പ്രചോദനമായിട്ട് മാറി. 1942 മദ്രാസ് സർവകലാശാലയിൽ നിന്നും അദീബെ ഫാസിൽ കോഴ്സ് കഴിഞ്ഞ് നാട്ടിൽ തിരിച്ചെത്തിയ അദ്ദേഹം തലശ്ശേരിയിൽ എത്തിയതോടുകൂടി ഉറുദു ഭാഷയുമായിട്ടും സാഹിത്യവുമായിട്ടും കൂടുതൽ ഇടപഴകുന്നതിന് വേണ്ടിയുള്ള അവസരം ലഭിക്കുകയുണ്ടായി. കേരളത്തിലെ മുൻ സ്പീക്കറായിരുന്ന KM സീതി സാഹിബുമായിട്ട് SM സർവർ സാഹിബിന് അഭേദ്യമായിട്ടുള്ളൊരു ബന്ധമുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ വസതിയിലേക്ക് സർവർ സാഹിബിനെ ക്ഷണിക്കുകയും ബിലെ നുമാനിയുടെ സീറത്തു നബി എന്ന ഗ്രന്ഥം സർവർ സാഹിബിനെ കൊണ്ട് വായിപ്പിക്കുകയും അതിൻ്റെ അർത്ഥം പറയിപ്പിക്കുകയും ചെയ്യുമായിരുന്നു. നല്ലൊരു ഉറുദു ഭാഷ സ്നേഹി കൂടിയായിരുന്നു KM സീതി സാഹിബ്. മദ്രാസ് നിയമനിർമ്മാണ സഭയിലെ അംഗമായിരുന്നു KM സീതി സാഹിബ്. സീതി സാഹിബുമായിട്ടുള്ള തന്റെ ബന്ധം ഉറുദു ഭാഷയ്ക്ക് പ്രയോജനപ്പെടുത്തുകയുണ്ടായി സർവർ സാഹിബ്. 1947 ശേഷം മദ്രാസ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും അദീബെ ഫാസിൽ കോഴ്സ് കേരള സർവകലാശാലയിലേക്ക് മാറ്റുന്നതിന് വേണ്ടി നേതൃത്വം കൊടുത്തത് KM സീതി സാഹിബായിരുന്നു. അല്ലാമ ഇക്ബാൽ രചനകളിൽ അതിയായ ആകർഷനായിരുന്നു SM സർവർ സാഹിബ്. ഉറുദു ഭാഷയോടുള്ള പ്രണയത്തോടൊപ്പം തന്നെ ഇക്ബാൽ രചനകളും അദ്ദേഹം വായിക്കാൻ തുടങ്ങിയിരുന്നു. പിന്നീട് ഉറുദു ഭാഷയെ തന്റെ കൈവെള്ളയിലിട്ട് അമ്മാനമാടിയപ്പോഴും അദ്ദേഹത്തിന്റെ മനസ്സിലെ ഒരു വികാരമായിരുന്നു അല്ലാമ മുഹമ്മദ് ഇക്ബാൽ. അതുകൊണ്ടായിരിക്കാം അർമുഖാന കേരളക്ക് ഒരു ഇക്ബാൽ ശൈലി സാമ്യം വന്നത്. അല്ലാമ ഇക്ബാലിന്റെ മകൻ ജാവേദ് ഇക്ബാൽ അർമുഖാന കേരള വായിച്ച സന്തോഷം അറിയിച്ചുകൊണ്ട് SM സർവർ സാഹിബിന് ഒരു കത്തയക്കുകയുണ്ടായി. അർമുഖാന കേരളത്തിന് പുറത്ത് ധാരാളമായിട്ട് ചർച്ച ചെയ്യപ്പെടുകയുണ്ടായി. കേരളത്തിലെ സ്കൂൾ, കോളേജ് തലങ്ങളിൽ അർമുഖാന കേരളയിൽ നിന്നുള്ള കവിതകൾ പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നു. കേരളത്തിലെ ഗവർണറായിരുന്ന സ്വരൂപ് സിംഗിന് അർമുഖാന കേരള എന്ന കവിതാ സമാഹാരവും കേരള എന്ന കവിതയും സർവർ സാഹിബ് നേരിട്ട് സമർപ്പിക്കുകയുണ്ടായി. അതിൽ അദ്ദേഹം സന്തോഷം പ്രകടിപ്പിച്ച് രാജ്ഭവനിൽ അത് തൂക്കിയിടുകയും ചെയ്തു. അർമുഖാന കേരളയിൽ 32 ചെറുതും വലുതുമായിട്ടുള്ള കവിതകളാണുള്ളത്. ഇതിൽ ഗസലൊന്നുമില്ല. താൻ നേരിട്ട് അനുഭവിച്ചതും കണ്ടതുമായ വിഷയങ്ങളാണ് കാവ്യ സമാഹാരത്തിലുള്ളത്. മേൽ സൂചിപ്പിച്ച പോലെ ഹാലിയും ഇക്ബാലും സർവറിനെ വല്ലാതെ സ്വാധീനിച്ചിട്ടുണ്ട്. ഇക്കാര്യം വായനക്കാർക്ക് സ്വാഭാവികമായി തോന്നിപ്പോകും. വിഷയബന്ധിതമായ ചില കവിതകൾ ഗസലിന്റെ മാറിയ രൂപമാണെന്ന് കാണാൻ സാധിക്കും. ബച്ചോ കി ദുആ, കുട്ടികളുടെ പ്രാർത്ഥന എന്ന ശീർഷകത്തിലുള്ള കവിതയോട് കൂടിയാണ് ഈ കൃതി ആരംഭിക്കുന്നത്. രണ്ടാമത്തെ കവിതയാണ് കേരളം. ഈ ഒരൊറ്റ കവിത തന്നെ സർവർ സാഹിബിനെ വലിയ പ്രശസ്തനാക്കുകയുണ്ടായി. ഉത്തരേന്ത്യക്കാരനായിട്ടുള്ള ഉറുദു എഴുത്തുകാരെ പോലും അത്ഭുതപ്പെടുത്തിയ രചനയാണ് കേരള എന്ന കവിത. ഉറുദു മാതൃഭാഷയല്ലാത്ത ഒരു മറുനാടൻ എഴുത്തുകാരനിൽ നിന്ന് ഇങ്ങനെ ഒരു മഹത്തായ സാഹിത്യകൃതി ഉണ്ടായത് വായനക്കാരിൽ ഏറെ അത്ഭുതമുളവാക്കി. മറ്റു പലരും മലയാളിയായ ഉറുദു കവിയെ തെറ്റിദ്ധരിച്ചു. ദക്കിനി, പട്ടാണി, മേമൻ ഇങ്ങനെയുള്ള ഏതെങ്കിലും കുടുംബത്തിൽ നിന്നായിരിക്കാം എന്നൊക്കെ കരുതി. സർവർ സാഹിബ് കേരളത്തിന് ദൈവം നൽകിയ സമ്മാനമെന്ന് നമുക്ക് കാണാൻ കഴിയും. അർമുഖാന കേരളത്തിൻ്റെ ഉപഹാരം എന്ന പേരിൽ കേരളീയനായ ഒരു മാപ്പിളയുടെ തൂലികയിൽ നിന്ന് പുറത്തു വന്ന
ആദ്യത്തെ ഉറുദു കവിതാ സമാഹാരമായ ഈ കൃതിയിൽ തൻ്റെ ഗുരുനാഥനും കാവ്യരംഗത്ത് തന്നെ കൈപ്പിടിച്ചുയർത്തുകയും ചെയ്ത അല്ലാമ മഹ്ലി ലഖ്നവി എഴുതിയ പ്രസ്താവനയിൽ ഈ കൃതിയെ അങ്ങേയറ്റം പ്രശംസിക്കുകയും അഭിനന്ദിക്കുകയും ചെയ്തിരിക്കുന്നു. മുഖവുരയിൽ അർഷദ് സിദ്ദീഖി ഭോപ്പാലി പറയുന്നത് ഇപ്രകാരമാണ്: ഇതിലെ പല കവിതകളും മൗലാന ഹാലിയുടെ കവിതകളോട് സാദൃശ്യമുള്ളതും ഭാഷാ ശൈലിയിലും ആശയ ഗാംഭീര്യത്തിലും അല്ലാമ ഇഖ്ബാൽ കവിതകളെ അനുസ്മരിപ്പിക്കുന്നതുമാണ്. കവിതകളിലൂടെ കടന്നു പോകുന്നവർക്ക് ദക്ഷിണേന്ത്യയിൽ നിന്ന്, കേരളത്തിൽ നിന്ന് ഇഖ്ബാൽ പാടുകയാണോ എന്ന് തോന്നിപ്പോകും. 1902 അലിഗഡിൽ സ്ഥാപിതമായിട്ടുള്ള ഉറുദുവിൻ്റെ പ്രബല സംഘടനയാണ് അഞ്ജുമൻ തർക്കി ഉറുദു. ഈ സംഘടനയുടെ മലബാർ ശാഖ 1943 നവംബർ 6 കോഴിക്കോട് നിലവിൽ വന്നു. ഇതിനോടനുബന്ധിച്ച് കോഴിക്കോട് ടൗൺ ഹാളിൽ നടന്ന മലബാർ ഉറുദു കോൺഫറൻസിൽ ഉറുദുവിൻ്റെ പിതാവ് മൗലവി അബ്ദുൽ ഹക്ക് അടക്കം നിരവധി പ്രമുഖർ പങ്കെടുത്തിരുന്നു. സമ്മേളനത്തിനെത്തിയ അതിഥികളെ സ്വാഗതം ചെയ്തുകൊണ്ട് 27കാരനായ സർവർ ആലപിച്ച ദീർഘമായ കവിത ഏറെ ശ്രദ്ധേയമായിരുന്നു. കോൺഫറൻസിനോടനുബന്ധിച്ച് നവംബർ 7 കോഴിക്കോട് ഹിമായത്തുൽ ഇസ്ലാം ഹാളിൽ നടന്ന കവിയരങ്ങിലും മുഷായിറയിലും സർവർ തൻ്റെ മറ്റൊരു കവിതയും ആലപിക്കുകയുണ്ടായി. 1988 സർവറിൻ്റെ രണ്ടാമത്തെ കവിതാ സമാഹാരമായിട്ടുള്ള നവായ സർവർ അഥവാ സർവറിൻ്റെ ശബ്ദം എന്ന കൃതി പുറത്തിറങ്ങിയത്. അതിൻ്റെ പ്രസാധകരും വിതരണക്കാരും ഒക്കെ സർവർ തന്നെയായിരുന്നു. SM സർവർ മുണ്ടുപറമ്പ് എന്നായിരുന്നു അതിൽ അഡ്രസ് ഉണ്ടായിരുന്നത്. ഫാറൂഖ് കോളേജിലെ ഉറുദു വിഭാഗത്തിലെ മുൻ മേധാവിയായിരുന്ന ബാംഗ്ലൂർ സ്വദേശി അഹമ്മദ് മുഹമ്മദ് ഇബ്രാഹിം സാഹിബിൻ്റെ നേതൃത്വത്തിലായിരുന്നു ഇത് പ്രസിദ്ധീകരിച്ചത്. അതിനുവേണ്ടിയാകട്ടെ സഹായം ചെയ്തു കൊടുത്തത് സർവറിൻ്റെ 2 ശിഷ്യന്മാരുമായിരുന്നു. M കുട്ടിയസൻ എഞ്ചിനീയറും പട്ടർക്കടവിലെ PK മുഹമ്മദ് കുട്ടിയും. അതിൻ്റെ കവർ പേജിൽ തന്നെ അല്ലാമ ഇഖ്ബാലിൻ്റെ കവിതകൾ ആലേഖനം ചെയ്തിരുന്നു. 40 കവിതകളായിരുന്നു ഈ സമാഹാരത്തിൽ ഉണ്ടായിരുന്നത്. 1988 ഉത്തർപ്രദേശിലെ ഉറുദു അക്കാദമിയുടെ പ്രത്യേകമായിട്ടുള്ള ഒരു ഉപഹാരവും ക്യാഷ് അവാർഡും ഈ കൃതിക്ക് ലഭിക്കുകയുണ്ടായി. ഉറുദു സാഹിത്യ ലോകത്തെ വിസ്മയമായിരുന്നു SM സർവർ സാഹിബ്. ഉറുദു സാഹിത്യ നിരൂപകനും എഴുത്തുകാരനുമായ ഷാരിഫ് റുദേൽവി സർവറിനെ വിശേഷിപ്പിച്ചത് കേരള കെ ബാബായെ ഉറുദു, കേരളത്തിലെ ഉറുദുവിൻ്റെ പിതാവ് എന്നാണ്. കേരളത്തിലെ ഒറ്റയാൾ അക്കാദമിയാണ് സർവർ എന്നും അദ്ദേഹം പറഞ്ഞു. തൻ്റെ ജീവിതം മുഴുവൻ ഉറുദു ഭാഷക്കായി സമർപ്പിച്ച മഹാനായിരുന്ന സാഹിത്യകാരനായിരുന്നു, എഴുത്തുകാരനായിരുന്നു, വലിയൊരു ഉറുദു പ്രേമിയായിരുന്നു SM സർവർ സാഹിബ്. കേരളത്തിലെ കലാലയങ്ങളിൽ വ്യവസ്ഥാപിതമായിട്ട് ഉറുദു പഠിപ്പിക്കുന്നതിന് പിന്നിൽ കാരണക്കാരനായിട്ട് നമുക്ക് കണ്ടെത്താൻ കഴിയുന്നത് സർഗധനായിട്ടുള്ള സാഹിത്യകാരനായിരുന്ന സർവർ സാഹിബിനെയാണ്. തൃശ്ശൂരിലെ കാട്ടൂരിൽ ജനിച്ച് മലപ്പുറത്തുകാരനായിട്ട് ജീവിതം കഴിച്ചു കൂട്ടിയ അദ്ദേഹം 1994 സെപ്റ്റംബർ 4 മുണ്ടുപറമ്പിലെ തൻ്റെ വസതിയിൽ വെച്ച് ഈ ലോകത്തോട് വിട പറയുകയുണ്ടായി. സർവർ കൊളുത്തിവെച്ച ഉറുദുവിൻ്റെ ആ ദീപശിഖ തലമുറകളായിട്ട് ഇന്നും നാം അണയാതെ കാത്തു സൂക്ഷിച്ചു പോരുന്നു.